ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 28. വേദേഷു യജ്ഞേഷു തപസു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത് സർവമിദം വിദിത്വാ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം. വിവർത്തനം. ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ടുതന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യും. ഭാവാർത്ഥം. 7ഉം 8ഉം അധ്യായങ്ങളുടെ രത്നച്ചുരുക്കമാണ് കൃഷ്ണാവബോധത്തെയും ഭഗവത് സേവനത്തെയും കുറിച്ചുപന്യസിക്കുന്ന ഈ ശ്ലോകം. ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ശിക്ഷണത്തിന് കീഴിൽ വേദപഠനം നടത്തുന്നവർ കഠിന വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും തപോനിഷ്ഠരായിരിക്കുകയും വേണം. ബ്രഹ്മചാരികൾ ഗുരുഗൃഹത്തിൽ ആശ്രിതരെപ്പോലെ കഴിയണം. അവർ വീടുതോറും നടന്ന് ഇരന്നു കിട്ടിയ ഭിക്ഷ ഗുരുവിനെത്തിക്കണം. അദ്ദേഹം കൽപ്പിച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കാം. വിളിക്കാത്ത പക്ഷം അന്ന് ശിഷ്യൻ ഉപവസിക്കുക തന്നെ വേണം. ബ്രഹ്മചര്യ ദീക്ഷയിൽ അനുസരിക്കേണ്ടുന്ന ചില വൈദിക വിധികളാണിവ. 5 മുതൽ 20 വയസ്സുവരെ ഗുരുകുലവാസവും പഠനവും തുടർന്ന് അനുഷ്ഠിച്ച ശിഷ്യൻ സ്വഭാവ പരിപക്വത നേടിയിരിക്കും. കസേരയിലിരുന്ന് ഊഹാപോഹങ്ങൾ നടത്താനുള്ള വിനോദമല്ല വേദാധ്യയനം. സ്വഭാവ രൂപീകരണമാണ് അതിൻ്റെ ലക്ഷ്യം. ഈ ശിക്ഷണത്തിനു ശേഷം ബ്രഹ്മചാരിക്ക് വിവാഹം ചെയ്ത് ഗാർഹസ്ഥ്യാശ്രമത്തിൽ പ്രവേശിക്കാം. ഗാർഹസ്ഥ്യകാലത്ത് വീണ്ടും ജ്ഞാനസമ്പാദനത്തിനു വേണ്ടി അയാൾക്ക് യജ്ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഭഗവത്ഗീതയിൽ വിവരിച്ച പ്രകാരം ദേശം, കാലം, പാത്രം എന്നിവയ്ക്ക് അനുയോജ്യമായും സത്വരജസ്തമോ പ്രാധാന്യം പരിഗണിച്ചും ദാനം ചെയ്യണം. പിന്നെ ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് കർക്കശ വ്രതങ്ങൾ അനുഷ്ഠിക്കണം. വനവാസം, മരവുരിയുടുക്കൽ, മുടിയും താടിയും വളർത്തൽ എന്നിങ്ങനെ പോകുന്നു ആ നിബന്ധനകൾ. ഇങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവയ്ക്കു ശേഷം സന്യാസം ദീക്ഷിച്ച് ജീവിതത്തിൻ്റെ സമുന്നതയിലെത്തുന്നു. അവരിൽ ചിലർ ദിവ്യലോകങ്ങളിലേക്ക് ഉയരുകയും കൂടുതൽ പുരോഗമിക്കുമ്പോൾ വിമുക്തരായി ആധ്യാത്മിക അന്തരീക്ഷത്തിൽ അവ്യക്തഗത ബ്രഹ്മജ്യോതിസിലോ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ കൃഷ്ണലോകത്തിലോ എത്തിച്ചേരുന്നു. വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്ന വഴിയാണിത്. ഭഗവത് സേവനത്തിൽ മുഴുകിക്കൊണ്ട് ഒറ്റയടിക്ക് ഈ 4 ആശ്രമ വ്യവസ്ഥകളിലെ കർക്കശവ്രതങ്ങളെയും പിന്നിട്ടുകളയാമെന്നത്രേ കൃഷ്ണാവബോധത്തിൻ്റെ മനോഹാരിത. ഇതം വിദിത്വ എന്നതിന് ഭഗവത്ഗീതയിലെ ഈ അധ്യായത്തിലും 7ാം അധ്യായത്തിലും കൃഷ്ണൻ ഉപദേശിച്ചിട്ടുള്ളതറിഞ്ഞിട്ട് എന്നർത്ഥം. ഗ്രന്ഥജ്ഞാനം കൊണ്ടോ മാനസിക വിചിന്തനം കൊണ്ടോ അല്ല ഈ അധ്യായങ്ങളെ ഗ്രഹിക്കേണ്ടത്, ഭക്തന്മാരിൽ നിന്ന് കേട്ടിട്ടാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ് ഭഗവത്ഗീതയുടെ അകക്കാമ്പ്. ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ട നടുവിലുള്ള 6 അധ്യായങ്ങളുടെ ആവരണമാണ് ആദ്യത്തെയും അവസാനത്തെയും 6 അധ്യായങ്ങൾ. ഭഗവത്ഗീത വിശേഷിച്ചും നടുവിലുള്ള ഈ 6 അധ്യായങ്ങൾ ഭക്തസമക്ഷം കേട്ടറിയാൻ ഭാഗ്യമുണ്ടായ ഒരാളുടെ ജീവിതം പ്രകീർത്തിക്കപ്പെടും. തപശ്ചര്യ, യജ്ഞം, ദാനം, ജ്ഞാനം എന്നിവ കൊണ്ട് നേടാവുന്ന ഫലങ്ങളെല്ലാം തന്നെ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രം അനായാസേന നേടാവുന്നതാണ്. ഭഗവത്ഗീതയിൽ കുറച്ചെങ്കിലും വിശ്വാസമുള്ളവർ ഒരു ഭക്തനിൽ നിന്ന് തന്നെ അത് കേട്ടുപഠിക്കണം. 4ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്, ഭക്തനു മാത്രമേ ഭഗവത്ഗീത മനസ്സിലാക്കാൻ കഴിയൂ എന്ന്. ഭഗവത്ഗീതയുടെ ഉദ്ദേശ്യം മറ്റാർക്കും സുഗ്രാഹ്യമല്ല. അതുകൊണ്ട് ഊഹാപോഹ നിപുണരിൽ നിന്നല്ല, ഒരു കൃഷ്ണഭക്തനിൽ നിന്നാണ് ഭഗവത്ഗീത പഠിക്കേണ്ടത്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഒരു ഭക്തനെ
അന്വേഷിച്ച് നടന്ന് ഒടുവിൽ കണ്ടെത്തുമ്പോൾ ഭഗവത്ഗീത പഠിച്ചറിയാനുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു. ഭക്തനുമായുള്ള സഹവാസം തുടർന്നു പോകുമ്പോൾ ഭഗവത് സേവനത്തിന് അവസരമായി. ആ സേവനകർമ്മം കൊണ്ട് കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണൻ്റെ കർമ്മങ്ങൾ, നാമരൂപങ്ങൾ, ലീലകൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള തെറ്റിദ്ധാരണകൾ ഒഴിഞ്ഞുമാറും. അവയെല്ലാം ഒഴിഞ്ഞു കിട്ടിയാൽ ഭക്തന് പഠനത്തിൽ തികച്ചും മനസ്സുറയ്ക്കും. ഗീതാ പഠനത്തിൽ ആനന്ദം വളർന്നു വരുമ്പോൾ കൃഷ്ണാവബോധം എപ്പോഴും അനുഭവപ്പെടും. അതിൻ്റെ ഉച്ചകോടിയിൽ ഒരാൾക്ക് കൃഷ്ണനിൽ പരമപ്രേമ ഭാവമുളവാകുന്നു. ജീവിതത്തിൻ്റെ ഈ പരിപൂർണ അവസ്ഥയിലാണ് ആധ്യാത്മിക അന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനമെന്ന കൃഷ്ണധാമത്തിലേക്ക് ഭക്തന് പ്രവേശനം കിട്ടുന്നത്. അവിടെയാണ് അയാൾ ശാശ്വതമായി ആനന്ദിക്കുന്നത്. പരമപദപ്രാപ്തി എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 8-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.